ഹായ് ഓൾ, വെൽക്കം ടു അവർ ന്യൂ സെഷൻ. ഇന്ന് നമ്മൾ ഈ ഒരു സെഷനിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് +1 ഈക്വലൻസി എക്സാം ഫേസ് ചെയ്യാൻ പോകുന്ന നിങ്ങൾക്ക് എക്സാമിന് പ്രയോജനപ്പെടുന്ന കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. പ്രിപ്പയർ എ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദ പോയം എ പുവർ വുമൻ ലേൺസ് ടു റൈറ്റ്. ഒരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഉറപ്പായും നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കും. അപ്പോൾ എ പുവർ വുമൻ ലേൺസ് ടു റൈറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ലിറ്ററസി മിഷൻ്റെ ആ ഒരു മോട്ടോവുമായിട്ട് ഒരുപാട് റിലേറ്റഡ് ആയതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ തന്നെ തിരഞ്ഞെടുത്തത്. ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ മീൻസ് എന്താണ്? ആസ്വാദനക്കുറിപ്പ്. നമ്മൾ മലയാളത്തിലൊക്കെ ആസ്വാദനക്കുറിപ്പ് എഴുതാറുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പുവർ വുമൻ ലേൺസ് ടു റൈറ്റ് എന്ന് പറയുന്ന ഒരു പോയം വായിച്ച് നമുക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത്, അതിലെന്തൊക്കെ പോയറ്റിക് ഡിവൈസസ് ആണ് പോയറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ പോയറ്റിൻ്റെ ഭാവനയിൽ എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഒരു ക്രിട്ടിക്കൽ അപ്രിസിയേഷനിൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആ ഒരു റൈറ്ററിനെ അറിയാമെങ്കിൽ അദ്ദേഹത്തെ പറ്റി ഒരു 2 വാചകം എഴുതുവാണെങ്കിൽ അതൊരു ഇംപ്രഷൻ മേക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് ഇതിൻ്റെ ഒരു ആൻസർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പോകാം. അപ്പോൾ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ പോയത്തിൻ്റെയും പ്രോസിൻ്റെയും ഒക്കെ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻസ് ഉണ്ട്. അതിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 എങ്കിലും പഠിച്ചു വെക്കുക എന്നുള്ളത് നിങ്ങളുടെ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഒരു ഈസിനെസ് എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് തരും. സോ ക്വസ്റ്റ്യൻ നോക്കാം വിത്ത് ദ ആൻസർ. പ്രിപ്പയർ എ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദ പോയം എ പുവർ വുമൻ ലേൺസ് ടു റൈറ്റ്. Margaret Atwood is a Canadian poet, novelist, literary critic, essayist, inventor, ടീച്ചർ ആൻഡ് എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റ്. അപ്പോൾ ഒരു വേഴ്സിറ്റൈൽ ജീനിയസ് ആണ് നമ്മുടെ മാർഗരറ്റ് അറ്റ്വുഡ്. അപ്പോൾ അവരുടെ ആ ഒരു വിശേഷണങ്ങളിൽ ഏതെങ്കിലും 2 നിങ്ങൾ ഓർത്തിരിക്കുക. ഒരു കനേഡിയൻ പോയറ്റാണ്, നോവലിസ്റ്റും അതുപോലെ തന്നെ ലിറ്റററി ക്രിട്ടിക്കുമാണ്, സാഹിത്യ നിരൂപകയുമാണ്, എസ്സേയിസ്റ്റാണ്, ടീച്ചറാണ്, എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റ് ആണെന്നൊക്കെ നമുക്ക് എഴുതാം. അപ്പോൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരുന്ന അവരുടെ ഈ ഒരു 3 വിശേഷണങ്ങളെങ്കിലും ലിറ്റററി ക്രിട്ടിക് അല്ലെങ്കിൽ കനേഡിയൻ പോയറ്റ്, നോവലിസ്റ്റ് എന്ന് തുടങ്ങി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അവരെ പറ്റി എക്സാമിന് എഴുതുമ്പോൾ നിങ്ങളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് മാർഗരറ്റ് അറ്റ്വുഡിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ 1-2 വാചകത്തിൽ അവരെ പറ്റി എഴുതുക. ഇൻ ഹർ നോവൽസ് ആൻഡ് പോയംസ് മാർഗരറ്റ് അറ്റ്വുഡ് ഓഫൻ അഡ്രസ്ഡ് themes concerning the lives of Native Americans in her home country of Canada. അപ്പോൾ എപ്പോഴും മാർഗരറ്റ് അറ്റ്വുഡിൻ്റെ പോയംസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരെപ്പോഴും ഒരു തീം, ഒരു പർട്ടിക്കുലർ തീമാണ് എപ്പോഴും അവർ പറയാറുള്ളത്. നേറ്റീവ് അമേരിക്കൻസ് ഫേസ് ചെയ്യുന്ന, അതായത് ഈ ഒരു പോയത്തിൽ ഒരു സ്ത്രീ ഫേസ് ചെയ്യുന്ന അവരുടെ പ്രോബ്ലംസിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ നേറ്റീവ് അമേരിക്കൻസ്, അതായത് സ്വദേശികളായിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കൻസ് തന്നെ അവിടെ തന്നെ ഉള്ള പ്രശ്നങ്ങളെ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള പോയംസാണ്. ഇപ്പോൾ ഇതൊരു വിമൻ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്ന ഒരു പോയം ആയതുകൊണ്ട് നമുക്ക് ഒരു നേറ്റീവ് അമേരിക്കൻ വിമൻ തന്നെ അല്ലെങ്കിൽ അവിടെ തന്നെ ഒരു അമേരിക്കൻ സ്ത്രീ അവരുടെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ വായിക്കാം. ഇതിന് ഒരു കണ്ടംപററി റിലവൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലുള്ളൊരു സ്ത്രീയായിട്ട് വേണമെങ്കിൽ റിലേറ്റ് ചെയ്ത് ഈ ഒരു പോയം വായിച്ച് നോക്കാം. അപ്പോൾ ഇത് പല രീതിയിൽ നമ്മുടെ ഇൻ്റർപ്രിട്ടേഷൻസ് ആണ്, റീഡേഴ്സിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ആൻസറിലേക്ക് നിങ്ങൾ വരുമ്പോൾ യു ഷുഡ് റൈറ്റ് അബൌട്ട് മാർഗരറ്റ് അറ്റ്വുഡ്. സോ നെക്സ്റ്റ് പോയിന്റ്, ഈ ഒരു പോയത്തെ പറ്റി ജനറലായിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നമുക്ക് ആൻസർ ഷീറ്റിലേക്ക് എഴുതേണ്ടതുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് എ പോയം അബൌട്ട് ദി ജോയ് ഓഫ് ലേണിംഗ്. അപ്പോൾ ലേണിങ്ങിൻ്റെ ഒരു സന്തോഷവും അതിൻ്റെ ഒരു പ്രാധാന്യവും ഒക്കെ പറയുന്ന ഒരു പോയമാണ് ഫോർ ഓൾഡ് മെൻ ആൻഡ് വിമൻ. അപ്പോൾ പ്രായം ചെന്ന ആൾക്കാരുടെ കേസിൽ അവർ ആദ്യാക്ഷരം കുറിക്കുന്ന ഒരുപാട് പ്രായം ചെന്ന ആൾക്കാരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്, മീഡിയയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ സന്തോഷം എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയായിരിക്കും. ഒരു ജോയ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് അവർക്ക് വളരെയധികം നമ്മുടെ ഒരു കൊച്ചുകുട്ടി ആദ്യാക്ഷരം കുറിക്കുന്ന അല്ലെങ്കിൽ ഹരിശ്രീ എഴുതി ആദ്യാക്ഷരം കുറിക്കുന്ന പോലെയുള്ള ഒരു സന്തോഷമല്ല. ഒരുപക്ഷെ കുഞ്ഞിനൊന്നും അറിയില്ല. പക്ഷേ ഈ ഒരു ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് എല്ലാം അറിയാം, ഇല്ലിറ്ററേറ്റ് ആണെന്നുള്ളതൊരു കുറവാണെന്ന് മനസ്സിലാക്കി അവർ പഠിക്കുകയാണ്. സോ ഇറ്റ്സ് അബൌട്ട് ദ ജോയ് ഓഫ് ലേണിംഗ്. This poem narrates the tension and fear of an old woman who is writing for the first time at the age of 30. അപ്പോൾ ഇതിൽ ഓൾഡ് വിമൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത്രയധികം പ്രായമുള്ള ഒരു സ്ത്രീയുടെ കാര്യമൊന്നും അല്ല നമ്മൾ ഈ ഒരു പോയത്തിൽ നമ്മുടെ പോയറ്റ് പോർട്രേ ചെയ്യുന്നത്. ഈ പോയത്തിൽ നറേറ്റ് ചെയ്യുന്നത്
എന്താണ് ടെൻഷനും ഈ സ്ത്രീ അനുഭവിക്കുന്ന ടെൻഷനും ഭയവും ഒക്കെയാണ് ഓഫ് ആൻ ഓൾഡ് വിമൻ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ഹു ഈസ് റൈറ്റിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായി ഒരു വാചകം അല്ലെങ്കിൽ ഒരു വാക്ക് എഴുതാൻ പോകുന്ന 30 വയസ്സുകാരിയായ ഒരു സ്ത്രീയുടെ ആകുലതകളും ആങ്സൈറ്റിയും ഫിയറും ഒക്കെയാണ് ഈ ഒരു പോയത്തിൽ നറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഷീ ഹാസ് ഫെയിൽഡ് സെവറൽ ടൈംസ് ആൻഡ് അപ്പോളജൈസ്ഡ് ടു ഹർ ടീച്ചേഴ്സ്. അപ്പോൾ ടീച്ചേഴ്സിനോട് അപ്പോളജൈസ് ചെയ്യുന്ന, അതായത് ഒന്നും എഴുതാൻ അറിയാൻ വയ്യാത്ത ഒരു സ്ത്രീ എപ്പോഴും ഫെയിലിയർ ഫേസ് ചെയ്തൊരു സ്ത്രീയുടെ മുഖം എപ്പോഴും ഒരു അപ്പോളജൈസ് ചെയ്ത പോലെ ഇരിക്കും, അതായത് ഒരു ക്ഷമാപണം നടത്തുന്ന പോലെ ആയിരിക്കും അല്ലേ. ബട്ട് ഷീ കുഡ് റൈറ്റ് ഇറ്റ് വെൽ ബൈ ഹെർ സ്ട്രോങ് ഡിറ്റർമിനേഷൻ. ഒരുപാട് തവണ പരാജയപ്പെട്ടിട്ടുണ്ടാവാം, പക്ഷേ അവളുടെ സ്ട്രോങ് ഡിറ്റർമിനേഷൻ കൊണ്ട്, ദൃഢനിശ്ചയം കൊണ്ട്, വിൽ പവർ കൊണ്ട് അവൾക്ക് അത് എഴുതാൻ സാധിക്കുന്നു. അതാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. ഹെർ ഫേസ് ഈസ് ഗ്ലോയിങ് വിത്ത് ദ ഷൈൻ ഓഫ് വിക്ടറി. അപ്പോൾ ഒരു സ്വന്തമായി ആരുടെയും സഹായമില്ലാതെ ഒരു അക്ഷരം എഴുതിയപ്പോൾ അല്ലെങ്കിൽ ഒരു വാക്ക് എഴുതുമ്പോൾ ആ സ്ത്രീ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു വിക്ടറി ഉണ്ട്, ഒരു വിജയമുണ്ട്. അപ്പോൾ അവളുടെ മുഖത്തും അവളുടെ ആ ഒരു നല്ല ആ ഒരു ഫേസിൽ ആ ഒരു ഫേസ് ഗ്ലോ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഗ്ലോയിങ് വിത്ത് ദ ഷൈൻ ഓഫ് വിക്ടറി. ആ വിജയത്തിൻ്റെ ഒരു ഷൈനിങ്, ഒരു തേജസ് അവളുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കും. ബട്ട് വാട്ട് വിക്ടറി മേ നോട്ട് ബി പ്രഷ്യസ് ടു അസ്, ബട്ട് ദാറ്റ് വിക്ടറി, ഒരുപക്ഷെ നമുക്ക് ആ ഒരു വിജയം വലിയ പ്രഷ്യസ് ആയിട്ടൊന്നും തോന്നണമെന്നില്ല. പക്ഷെ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു വാചകം എഴുതുക അല്ലെങ്കിൽ ഒരു വാക്ക് എഴുതുക എന്ന് പറയുന്നത് ഒരു വിക്ടറി തന്നെയാണ്, ഒരു വിജയം തന്നെയാണ്. ബട്ട് ഫോർ ദ ഓൾഡ് വിമൻ ഇറ്റ് ഈസ് വിക്ടറി ഓവർ ഇഗ്നറൻസ്. ഇഗ്നറൻസിൻ്റെ മുകളിലുള്ളൊരു വിജയമാണ്. ഇഗ്നറൻസ് മീൻസ് എന്താണ്? ലാക്ക് ഓഫ് നോളജ്, അജ്ഞത. അപ്പോൾ ഇത്രയും നാളും ഒരു വാക്കും എഴുതാൻ അറിയാത്ത അല്ലെങ്കിൽ വായിക്കാൻ അറിയാത്ത ഒരാളായിരുന്നു താൻ. അപ്പോൾ ആ ഒരു ഇഗ്നോറൻസിൽ നിന്ന്, ആ ഒരു അജ്ഞതയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോവുകയാണ് അല്ലേ. അതേപോലെ ഡാർക്ക്നെസ്, അക്ഷരങ്ങളില്ലാത്ത ലോകം എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്, ഉറപ്പാണ് അല്ലേ. അപ്പോൾ ഡാർക്ക്നെസ് ആൻഡ് ഇല്ലിറ്ററസി. ഇല്ലിറ്ററസി മീൻസ് എന്താണ്? നിരക്ഷരത. ദ ഇന്നബിലിറ്റി ടു റീഡ് ഓർ റൈറ്റ്. എഴുതാനും വായിക്കാനും പറ്റാത്ത അവസ്ഥയെന്ന് പറയുന്നത് ഒരല്പം ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ മേലുള്ള ഒരു വിജയമാണ് ഈ ഒരു എഴുതാൻ പറ്റിയത്. അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം പറയുന്നുണ്ട്, ദ ഫസ്റ്റ് ടൈം അറ്റ് ദ ഏജ് ഓഫ് 30, 30ാമത്തെ വയസ്സിൽ ആദ്യമായി ഒരു വാചകം എഴുതുന്ന ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ, അവരുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു വിക്ടോറിയസ് ആയിട്ടുള്ള എന്തോ ഒരു വലിയ കാര്യം ചെയ്ത പോലെയുള്ളൊരു ഒരു മൈൻഡ് സെറ്റാണ് ഇപ്പോൾ ആ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു 30 years ഓൾഡ് ആയിട്ടുള്ള വിമനുള്ളത്. സോ Atwood begins this poem by carefully describing the woman's appearance in simple and direct language. അപ്പോൾ ഈ ഒരു പോയം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ ഡയറക്റ്റ് ലാംഗ്വേജാണ്. ചില പോയമൊക്കെ നമുക്ക് വായിക്കുമ്പോൾ അതിലുള്ള കോംപ്ലിക്കേഷൻസ് കാരണം നമുക്കതിൻ്റെ ഒന്നും കോംപ്രിഹെൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഈ ഒരു മാർഗരറ്റ് അറ്റ്വുഡിൻ്റെ ഈ ഒരു പോയം എ പുവർ വുമൻ ലേൺസ് ടു റൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ ഒരു സ്ത്രീയെ വിവരിക്കുന്നത് പോലും വളരെ സിമ്പിളായിട്ട് ഡയറക്റ്റ് ലാംഗ്വേജിലാണ്. ദ ഓൾഡ് വിമൻ ഇൻ ദ പോയം ഈസ് സീറ്റഡ് ബെയർ ഫീറ്റ് ആൻഡ് സ്കോട്ടിംഗ്. സ്കോട്ടിംഗ് മീൻസ് സിറ്റ് വിത്ത് വൺസ് നീസ് ബെൻഡ് എന്നുള്ളൊരു അർത്ഥത്തിലാണ്. നമ്മൾ കുത്തിയിരിക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ ധൃതി പിടിച്ച് നമ്മൾ എന്തെങ്കിലും എഴുതാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ സീറ്റിലേക്ക് ഇരിക്കില്ല അല്ലേ. അതുപോലെ എന്തോ എഴുതാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള പിക്ചറിൽ നോക്കുമ്പോൾ അറിയാം, പേജ് നമ്പർ 24 പുവർ വുമൻ ലേൺസ് ടു റൈറ്റ് എന്ന് പറയുന്ന പോയത്തിനോടൊപ്പം തന്നിരിക്കുന്ന പിക്ചറിൽ ആ സ്ത്രീ ഇരിക്കുകയല്ല, കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുന്നില്ല, ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ദ ഓൾഡ് വിമൻ ഇൻ ദ പോയം ഈസ് സീറ്റഡ് ബെയർ ഫീറ്റ്. അപ്പോൾ ചെരുപ്പുകളൊന്നുമില്ല, ഒരു നഗ്നബാധയായിട്ട് സ്കോട്ടിങ് പൂർണ്ണമായി ഇരിക്കാതെ അല്ലെങ്കിൽ കുത്തിയിരിക്കുന്ന പോലുള്ളൊരു അവസ്ഥയിൽ ഇരിക്കുകയാണ്. ഷീ ഈസ് നോട്ട് ഡിസ്ക്രൈബ്ഡ് ആസ് എ ഗ്രേസ്ഫുൾ വിമൻ. മാർഗരറ്റ് അറ്റ്വുഡ് നമ്മുടെ പോയിറ്റ് നമ്മുടെ ഈ ഒരു ലേഡിയെ 30 വയസ്സ് മാത്രം പ്രായമുള്ള നമ്മളുടെ ഈ ആദ്യമായി എഴുതാൻ ശ്രമിക്കുന്ന ഈ ഒരു പെണ്ണിനെ ഒരു ഗ്രേസ്ഫുൾ വിമനായിട്ടൊന്നും പ്രസൻറ്റ് ചെയ്യുന്നില്ല. ആൻഡ് ഹെർ ഹാൻഡ്സ് ആർ ലൈൻഡ് ആൻഡ് ക്രാക്ഡ്. ഒരുപക്ഷെ ജോലികൾ ഒരുപാട് ചെയ്തുകൊണ്ടാവാം, അല്ലെങ്കിൽ ജീവിത പ്രാരാബ്ദങ്ങളും ഉണ്ടാവാം. അവളുടെ കൈകളൊക്കെ വരയൊക്കെ വീണ് ഒരുപാട് പ്രായമുള്ള ആൾക്കാരുടെ പോലെയാണ് അവളുടെ കൈകളും മുഖവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഹെർ ഹാൻഡ്സ് ആർ ലൈൻഡ് ആൻഡ് ക്രാക്ഡ് ആണ്, എല്ലാം മുറിവ് പറ്റിയും വരകൾ വീണും ഒക്കെയാണ് അവളുടെ മുഖവും കൈയും ഒക്കെ ഉള്ളത്. ഷീ ഈസ് എൻഗേജ്ഡ് ഇൻ പ്രിൻറ്റിങ് ഹെർ നെയിം വിത്ത് എ സ്റ്റിക്ക്.
അപ്പോൾ അവൾ എന്തോ എഴുതുന്നുണ്ട്, അവളുടെ പേരായിരിക്കാം അല്ലേ. അവളുടെ പേര് എഴുതാൻ വേണ്ടി ഒരു സ്റ്റിക്ക് വെച്ച്, ഒരു കമ്പ് വെച്ച് അവളുടെ പേര് എഴുതാൻ ശ്രമിക്കുകയാണ്. ദ വിമൻ സിറ്റ്സ് വെരി കോൺഫിഡൻറ്റ് ഇൻ ഹർ വർക്ക്. അപ്പോൾ അവളുടെ ഒരു വർക്ക് ചെയ്യുമ്പോഴും അവൾ കോൺഫിഡൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു പോയം വായിക്കുമ്പോൾ അവൾ കോൺഫിഡൻ്റ് അല്ലേ എന്ന് തോന്നും. പക്ഷേ ഷീ ഈസ് വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ഇറ്റ്. ഹർ ഫേസ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ജോയ്ഫുൾ ഫ്ലവർ. അറ്റ് ദ എൻഡ് ഓഫ് ദി പോയം നമുക്ക് കാണാം അവളുടെ മുഖം ഒരു ജോയ്ഫുൾ ഫ്ലവർ പോലെ, എന്താണ്, ഒരു പൂവ് പോലെ എന്ന് പറഞ്ഞാൽ ആ പൂവിൽ ഏറ്റവും മനോഹരമായ ആ പൂവുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു ജോയ്ഫുൾ ഫ്ലവർ പോലെയാണ് അവളുടെ മുഖത്തിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. The poet says very clearly that she is printing with a stick very laboriously. Laboriously means in a way that takes considerable time and effort. കുറേ സമയമെടുത്ത് പണിപ്പെട്ടൊരു കാര്യം ചെയ്യാൻ പോകുന്നതിന് നമ്മൾ ലബോറിയസ്ലി എന്നാണ് പറയുക. അപ്പോൾ അവൾ ആ ഒരു പെൻസിൽ വെച്ച് അല്ലെങ്കിൽ ഒരു പെന്നോ അല്ലെങ്കിൽ ഒരു കമ്പോ വെച്ച് എഴുതുന്ന എന്താണോ അവൾ എഴുതുന്നത് അത് വളരെയധികം ലബോറിയസ്ലി ആണ് അവൾ ചെയ്യുന്നത്. വളരെയധികം പണിപ്പെട്ടാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയാണ് അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുന്ന പോലെയാണ് അവൾ ചെയ്യുന്നത്. ആഫ്റ്റർ സെവറൽ എഫേർട്സ് ഷീ ഈസ് ലുക്കിംഗ് വെരി കോൺഫിഡൻറ്റ്. അപ്പോൾ ഒരുപാട് പരിശ്രമങ്ങൾ വേണം അല്ലേ നമ്മളൊരു കാര്യത്തിലേക്ക് എത്തണമെങ്കിൽ. നമ്മുടെ എഫേർട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക തന്നെ വേണം, നമ്മൾ പ്രയത്നിക്കുക തന്നെ വേണം. അപ്പോൾ ആഫ്റ്റർ സെവറൽ എഫേർട്സ് ഷീ ഈസ് ലുക്കിംഗ് വെരി കോൺഫിഡൻറ്റ്. She smiles and her face became radiant like a joyful flower. അവളുടെ മുഖം റേഡിയൻ്റ് എന്ന് പറയുന്നുണ്ട്. ഷൈനിങ് അല്ലെങ്കിൽ ബ്രൈറ്റ് എന്നൊക്കെയുള്ള ഒരു അർത്ഥത്തിലാണ് റേഡിയൻ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. തേജസ് ഉള്ളതുപോലെ അവളുടെ മുഖം, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ജോയ്ഫുൾ ഫ്ലവർ പോലെയാണ്. ഫ്ലവർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്ലസൻ്റ് ഒരു ഫിഗറാണ് നമ്മുടെ മനസ്സിൽ. അപ്പോൾ അതൊരു ജോയ്ഫുൾ ഫ്ലവറാണ്, വളരെ സന്തോഷത്തിൻ്റെ ഒരു പൂവ് പോലെയാണ്, അല്ലെങ്കിൽ റേഡിയൻ്റ് ആയിട്ട് ഒരു തേജസ് ജ്വലിക്കുന്ന പോലെയുള്ളൊരു മുഖമായി മാറി അവളുടെ. അവൾ ഇല്ലിറ്ററേറ്റ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അവൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് അവൾക്ക് ഒരുപാട് സന്തോഷം കൊടുക്കുന്നു. അവൾ വിക്ടോറിയസ് ആണെന്ന് അവൾക്ക് തോന്നുന്നു. സോ ദ പോയിറ്റ് മേക്സ് യൂസ് ഓഫ് വിഷ്വൽ ഇമേജസ്. അപ്പോൾ നമുക്ക് ഈ ഒരു പോയത്തിലുടനീളം വിഷ്വൽ ഇമേജസ് കാണാം. വിഷ്വൽ ഇമേജസ് മീൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഓരോ പിക്ചേഴ്സും ഓടി വരുന്നുണ്ടെങ്കിൽ അതൊക്കെ വിഷ്വൽ ഇമേജസ് ആണ്. നമ്മുടെ സെൻസസ് കൊണ്ട് നമ്മൾ ഈ ഒരു പോയം വായിക്കുമ്പോൾ നമ്മൾ കണ്ണടച്ച് ആ ഒരു സ്ത്രീയെ സങ്കല്പിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു 30 year old വിമനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്തരത്തിലുള്ള വിഷ്വൽ ഇമേജസ് ഒരുപാട് തന്നെ ഈ ഒരു പോയത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോയം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സിമ്പിൾസ് ആൻഡ് പോയറ്റിക് ഡിവൈസസ് ടു കൺവേ ദ തീം. അപ്പോൾ വിഷ്വൽ ഇമേജസും സിമ്പിൾസും പോയറ്റിക് ഡിവൈസസും ഒക്കെ ആ ഒരു തീം കൺവേ ചെയ്യാൻ വേണ്ടി നമ്മുടെ പോയറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഹെൽപ്സ് ദ റീഡേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ തീം വെരി ഈസിലി. അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ ഈ ഒരു പോയത്തിൻ്റെ തീം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മളെ റീഡേഴ്സിന് അതിന് എളുപ്പമാവുന്നുണ്ട്. വിഷ്വൽ ഇമേജസ് സച്ചസ് സ്കേർട്ട് ടക്ട്. അപ്പോൾ സ്കേർട്ട് ടക്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവളുടെ പാവാട അവളിങ്ങനെ ചുരുട്ടി, നമ്മൾ പെട്ടെന്നൊരു കാര്യം എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുമില്ല, കുത്തിയിരിക്കുകയാണെന്ന് പറയുന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിലാണ് ഇരിക്കുക. അപ്പോൾ സ്കേർട്ടൊക്കെ ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ നമ്മുടെ കണങ്കാലിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ സ്കേർട്ട് ടക്ട്, ഫേസ് ലൈൻഡ്. അവളുടെ മുഖമൊക്കെ ലൈൻസൊക്കെ വീണ് അല്ലെങ്കിൽ വരകളൊക്കെ വീണ് വല്ലാണ്ട് പ്രായം തോന്നുന്നുണ്ട് അവൾക്ക്. ഗ്രേ ഡേർട്ട് ആൻഡ് അതുപോലെ തന്നെ തന്നിരിക്കുന്ന ഈ ഇമേജസ് ഒക്കെ തന്നെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇമാജിനേഷനിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഫേസ് ലൈൻഡ്, അവളുടെ മുഖത്തെ വരകളൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും അല്ലേ. നമുക്ക് മനസ്സിലൊന്ന് ഓർത്തു കഴിഞ്ഞാൽ അവളുടെ മുഖത്തൊക്കെ ഒരുപാട് ചുളിവുകൾ വീണിരിക്കുന്നു. ഗ്രേ ഡേർട്ട് മീൻസ് ഒരു മഡിലാണ് അല്ലെങ്കിൽ അവളൊരു ചെളിയിലാണ് അവൾ എഴുതുന്നതെന്ന് പറയുന്നുണ്ട്. ഒരു ഗ്രേ ഡേർട്ടിനെയും നമുക്കൊന്ന് സങ്കല്പിക്കാൻ പറ്റും. ആൻഡ് ജോയ്ഫുൾ ഫ്ലവർ ഹെൽപ്പ് us ടു വിഷ്വലൈസ് ദ പുവർ വുമൻ. ആ ഒരു സ്ത്രീയെ, ആ ഒരു പുവർ വുമൻ എന്ന് പറയുന്ന നമ്മളുടെ ടൈറ്റിലുള്ള ആ ഒരു സ്ത്രീയെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്ത് മനസ്സിൽ അവളുടെ ഒരു രൂപം നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന് വിഷ്വൽ ഇമേജസ് എന്ന് പറയുന്നത്. ദ സിമ്പിൾ മഡ് effectively convey the idea that the old woman is working hard for writing her name.
അപ്പോൾ മഡ് എന്നാണ് പറയുന്നത് അല്ലേ. എന്താണ്, ഒരു ചെളിയിലാണ് അവൾ കാര്യങ്ങൾ എഴുതുന്നത്, അവ്യക്തമാണ് എന്നാൽ പോലും അവൾ എഴുതാൻ ശ്രമിക്കുന്നത് ഒരു ചെളിയിൽ ഒരു സ്റ്റിക്ക് വെച്ചാണ് അവൾ എഴുതാൻ ശ്രമിക്കുന്നതെന്ന് നമ്മുടെ പോയിട്ട് നമ്മളോട് പറയുന്നുണ്ട്. ആ ഒരു യൂസേജ്, ആ ഒരു സിമ്പിൾ ശരിക്കും എഫക്റ്റീവ്ലി കൺവേ ദി ഐഡിയ ദാറ്റ് ദ ഓൾഡ് വിമൻ ഈസ് വർക്കിംഗ് ഹാർഡ് ഫോർ റൈറ്റിംഗ് ഹെർ നെയിം. അവളുടെ പേര് എഴുതാൻ വേണ്ടി അവൾ വളരെയധികം പ്രയത്നിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ആ ഒരു വരികളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ദിസ് പോയം ഈസ് കണ്ടംപററി, ദ പോയം ഹാസ് കണ്ടംപററി റെലവൻസ്. അപ്പോൾ ഈ ഒരു പോയത്തിൽ നമ്മുടെ പോയിട്ട് ഒരു ലാസ്റ്റ് ലൈനിൽ ജോയ്ഫുൾ ഫ്ലവർ, റേഡിയൻറ്റ് വൺ, സൺ ഓൺ വാട്ടർ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെയൊക്കെ അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത് മെറ്റഫറാണ്. മെറ്റഫർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോയറ്റിക് ഡിവൈസ് നമ്മൾ പറഞ്ഞു, അത് മെറ്റഫറാണ്. ഇപ്പോൾ മെറ്റഫർ മീൻസ് എന്താണ്, കമ്പാരിസൺ ഈസ് മെയ്ഡ് വിത്തൗട്ട് ദ യൂസ് ഓഫ് വേർഡ്സ് ലൈക്ക് ഓർ ആസ്. അപ്പോൾ സിമിലി എന്ന് പറയുന്ന ആ ഒരു പോയറ്റിക് ഡിവൈസ്, അതായത് നമ്മുടെ മലയാളത്തിൽ നമ്മൾ പറയുന്ന ഉപമ പോലെ, ലൈക്കോ ആസ് അതുപോലെ എന്ന് നമ്മൾ പറയുന്നില്ല, മറിച്ച് അതാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ പോയറ്റ് പറയുന്നത് ജോയ്ഫുൾ ഫ്ലവർ ആണ്, അവളൊരു ജോയ്ഫുൾ ഫ്ലവർ ആണ്, അല്ലെങ്കിൽ റേഡിയൻറ്റ് വൺ, സൺ ഓൺ വാട്ടർ, എന്താണ്, ജലത്തിൽ കാണുന്ന സണ്ണിൻ്റെ പ്രതിരൂപമാണോ അവളെന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അതൊക്കെ മെറ്റഫേഴ്സാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്ത്, എന്താണ്, നല്ല നല്ല സിമ്പിൾസ് യൂസ് ചെയ്ത്, വിഷ്വൽ ഇമേജസ് യൂസ് ചെയ്ത് ഈ പോയത്തിനെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ് മാർഗരറ്റ് അറ്റ്വുഡ്. അപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു 3 പാരഗ്രാഫായിട്ട് നിങ്ങളുടെ ഈ ഒരു എസ്സേ അല്ലെങ്കിൽ 6 മാർക്ക് 8 മാർക്ക് ക്വസ്റ്റ്യനായിട്ടായിരിക്കും ഈ ഒരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കുക. അപ്പോൾ ഒരു 8 മാർക്സ് സ്കോർ ചെയ്യാൻ തക്കവണ്ണം അതിനെ ഒന്ന് എന്താണ്, നിങ്ങളുടെ രീതിയിലേക്ക് മാറ്റി നിങ്ങൾ എഴുതി പഠിക്കുകയാണ് വേണ്ടത്. ഓക്കെ, സോ സപ്ലൈ സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ടാഗിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ളത് നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്കൊരു 2 മാർക്സ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 4 മാർക്ക് ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്ന് നിങ്ങൾക്കൊരു ചെറിയ രൂപം ഉണ്ടാവണം. എ ഷോർട്ട് ക്വസ്റ്റ്യൻ ഈസ് ആഡഡ് ടു ദി എൻഡ് ഓഫ് ദി സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൻ്റെ അവസാനം നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ചെറിയ ചോദ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഗെറ്റ് കൺഫർമേഷൻ. നിങ്ങൾക്കൊരു ഉറപ്പിന് വേണ്ടി നമ്മൾ അല്ലേ എന്ന് ചോദിക്കാറില്ലേ? അപ്പോൾ നിൻ്റെ പേര് ഇതാണ് അല്ലേ എന്ന് നമ്മളിങ്ങനെ ചോദിക്കുന്നത് പോലെ ഒരു കൺഫർമേഷന് വേണ്ടി നമ്മൾ സെൻറ്റൻസിനൊപ്പം ആഡ് ചെയ്യുന്ന ഒരു ചെറിയ ഷോർട്ടായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കണം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഷോർട്ട് ക്വസ്റ്റ്യൻസ് എന്നാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ചൊരു ചോദ്യങ്ങളും കുറച്ച് ഉത്തരങ്ങളുമാണ് പറയുന്നത്. അതിനു മുന്നേ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ള ക്വസ്റ്റ്യനെ ഭയക്കാതെ വേണം ആൻസർ ചെയ്യാൻ. കാര്യം ഒരുപക്ഷെ നിങ്ങളിത് ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവാം, കുറച്ച് പേര് പഠിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇതിലേക്ക് ആൻസറിലേക്ക് എത്താൻ ഒരു പ്രയാസവും ഇല്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. എളുപ്പമായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനും മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. സോ ഇറ്റ് വാസ് എ നൈസ് ട്രിപ്പ്. ഇത് നിങ്ങളുടെ അക്ഷരകൈരളി മാഗസീനിൽ തന്നിട്ടുണ്ടായിരുന്ന ചോദ്യമാണ്. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ആക്ടിവിറ്റീസ് ആയിട്ട് തന്നിട്ടുള്ള പല ചോദ്യങ്ങളുമായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പേജ് നമ്പർ 47 കാണാൻ സാധിക്കും. ദ ബൂർ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റി ഏരിയയിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണാം. സോ ഇറ്റ് വാസ് എ നൈസ് ട്രിപ്പ്. ഇതാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ ഓക്സിലറി വെർബ് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റ് വാസ് എന്നുള്ള ഓക്സിലറി വെർബ് അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് ഐഡൻറ്റിഫൈ ദ ഓക്സിലറി വെർബ് ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഐഡൻറ്റിഫൈ ദ സബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റ് എന്താണെന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഇറ്റ് എന്നുള്ള ആ ഒരു കാര്യമാണ്. സോ ഐഡൻറ്റിഫൈ വെദർ ദ സെൻറ്റൻസ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അടുത്ത ഒരു കടമയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇറ്റ് വാസ് എ നൈസ് ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. സോ നമ്മൾ ടാഗ് എഴുതുമ്പോഴത്തേക്കും നെഗറ്റീവായിട്ടുള്ളൊരു ടാഗ് ആയിരിക്കണം വേണ്ടത്. അപ്പോൾ ആഡ് എ നെഗറ്റീവ് ടാഗ് ഇഫ് ദ സെൻറ്റൻസ് ഈസ് പോസിറ്റീവ്. സോ ആൻസർ ഈസ് വാസൻറ്റ് ഇറ്റ്. അപ്പോൾ ഈ ഒരു ആൻസറിലേക്ക് നമ്മൾ എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഓക്സിലറി വെർബ് കണ്ടെത്തി, വാസ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ സബ്ജക്റ്റും കണ്ടെത്തി, ഇറ്റ് എന്നുള്ളതാണ്. ഇനി നമ്മൾ എഴുതേണ്ടത് ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ സെൻറ്റൻസ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു നെഗറ്റീവായിട്ടുള്ള ടാഗ് ആയിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ വാസ് നോട്ട് ഇറ്റ് എന്നാണ് ആൻസർ വരിക. അപ്പോൾ വാസിൻ്റ് ഇറ്റ് എന്ന് ഷോർട്ടൻ ചെയ്ത് നമ്മൾ ആൻസർ എഴുതുന്നു. ക്ലിയർ ആയെന്ന് കരുതുന്നു. ലെറ്റ്സ് ഗോ ബാക്ക്. ഈ ലെറ്റ്സ് ഗോ ബാക്ക് എന്നുള്ളത് നിങ്ങളുടെ ഒന്ന് കുഴപ്പിക്കാൻ വേണ്ടി അവർ തരുന്ന ചോദ്യമാണെന്ന് കരുതുക. അപ്പോൾ ലെറ്റ്സ് ഗോ ബാക്ക് എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ഷാൾ വി ആണ്. ഇത് നിങ്ങൾ മനസ്സിലേക്ക് തന്നെ ഒന്ന്
ഉറപ്പിച്ച് വെക്കേണ്ട അല്ലെങ്കിൽ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. വാട്ട് ഈസ് ദാറ്റ്? വെൻ വി യൂസ് ലെറ്റ്സ് ഇൻ എ ക്വസ്റ്റ്യൻ ടാഗ് വി ഓൾവേസ് യൂസ് ഷാൾ വി. ഷാൾ വി ആയിട്ടായിരിക്കും നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനെ എഴുതുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് മനസ്സിലൊന്ന് ഓർത്ത് വെക്കേണ്ട പോയിന്റ് ഇതാണ്. വിത്ത് ലെറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു വാക്കിനൊപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് എന്തായിരിക്കും? ദ ടാഗ് ഈസ് ഷാൾ വി ആയിരിക്കും. അതേപോലെ നമ്മളുടെ 2-3 ആൻസേഴ്സ് ഒന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഓക്സിലറി വെർബൊന്നും അന്വേഷിച്ച് പോകത്തില്ല. ലെറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ ആൻസർ ഷാൾ വി എന്നായിരിക്കും. അപ്പോൾ ലെറ്റ്സ് ഹാവ് എ കോഫി, ഈ ഒരു ക്വസ്റ്റ്യനിലും ലെറ്റ്സ് എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഹാവിൻഡ് എന്നും പറഞ്ഞൊന്നും എഴുതത്തില്ല, ഷാൾ വി എന്ന് തന്നെയാണ് എഴുതുക. അതൊരു ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഒരു റൂളായിട്ട് തന്നെ വരുന്നതാണ്. വെൻ വി യൂസ് ലെറ്റ്സ് ഇൻ എ സെൻറ്റൻസ്, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൽ ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാനുള്ള സെൻറ്റൻസിൽ ലെറ്റ്സ് വരുവാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? വി ഓൾവേസ് യൂസ് ഷാൾ വി ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അത് മറക്കരുത്. കാര്യം നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഒരുപക്ഷെ ഈ ഒരു ചോദ്യവും ഉണ്ടാവാം. ലെറ്റ്സ് ഗോ ബാക്ക്, അപ്പോൾ ഷാൾ വി, അല്ലെങ്കിൽ ലെറ്റ്സ് ഗോ ഹോം ഷാൾ വി എന്നാണ് നമ്മൾ ചോദിക്കുക. അപ്പോൾ നമുക്ക് പോകാം അല്ലേ എന്ന് ചോദിക്കുന്നതിന് നമ്മൾ ഷാൾ വി എന്നുള്ളൊരു സജഷൻ പോലെ ചോദിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഷാൾ വി എന്നുള്ളത് മറന്നു പോരുത്, ലെറ്റ്സിനൊപ്പം ഷാൾ വി ആണ് വരേണ്ടത്. യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഓക്സിലറി വെർബ് കണ്ടെത്താൻ സാധിക്കും. ക്യാൻ എന്നുള്ളതാണ്. യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്നാണ് ക്വസ്റ്റ്യൻ സെൻറ്റൻസ് തന്നിരിക്കുന്നത്. ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് ടാഗ് ആയിരിക്കണം. അപ്പോൾ ക്യാനിനൊപ്പം നോട്ടുകൂടെ ചേർക്കണം. അതേപോലെ സബ്ജക്റ്റ് ഇവിടെ യു ആയതുകൊണ്ട് നമുക്ക് ആൻസർ കനോട്ട് യു അല്ലെങ്കിൽ കാണ്ട് യു എന്ന് എഴുതാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സോങ്സ് വെയർ ഇൻ ഗുഡ്. ദ സോങ്സ് വെയർ ഇൻ ഗുഡ്, ഇതുവരെ നമ്മൾ പറഞ്ഞതെല്ലാം പോസിറ്റീവ് സെൻറ്റൻസുകളായിരുന്നെങ്കിൽ ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ദ സോങ്സ് വെയർ ഇൻ ഗുഡ്, സോങ്സ് ഒന്നും അത്ര നല്ലതല്ലായിരുന്നു എന്ന് നമ്മൾ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഉറപ്പായിട്ടും അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആയിരിക്കണം. അപ്പോൾ വെയർ ഇറ്റ്, ഇതാണ് നമ്മൾ ഓക്സിലറി വെർബായിട്ടുള്ള വെയർ ഇൻറ്റ് എന്നുള്ളത് അവിടെ വന്നു. അപ്പോൾ ഓക്സിലറി ആയിട്ടുള്ള വെയർ കണ്ടെത്തി അതെടുത്ത് എഴുതുന്നു. എന്താണ്? ദ സോങ്സ് എന്ന് പറയുന്നതിന് നമുക്ക് ഇറ്റ് എന്ന് പറഞ്ഞ് സബ്ജക്റ്റാക്കി എഴുതാം. അപ്പോൾ വെയർ ഇറ്റ്, ഇതാണ് നമ്മൾ ഈ ഒരു 4 ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഷാൾ വി മറന്നു പോരുത്, അത് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇറ്റ് വാസ് എ നൈസ് ട്രിപ്പ് ആൻഡ് ലെറ്റ്സ് ഗോ ബാക്ക് എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിലുള്ളതാണ്. ഒരേപോലെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും അക്ഷരകൈരളിയിലും ചോദിച്ചും കണ്ടിട്ടുള്ളതാണ്. സോ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ ഈ ഒരു 4 ചോദ്യങ്ങളും കൂടെ എഴുതി പഠിക്കുക. സോ റീപ്ലേസ് ദ അണ്ടർലൈൻഡ് വേർഡ്സ് വിത്ത് അപ്രോപ്രിയേറ്റ് വൺ വേർഡ്. അപ്പോൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും ഒരു മോഡൽ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഈ 2021 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. സോ ഇതും ഒരു ടെക്സ്റ്റിലുള്ള ഒരു ആക്ടിവിറ്റിയെ ബേസ് ചെയ്ത് തന്നെ ചോദിക്കുന്നതാണ്. അപ്പോൾ 1-2 ചോദ്യങ്ങളെ എക്സ്പെക്റ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ 2 മാർക്ക് ഉള്ള ചോദ്യമായിരിക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് വരിക എന്നുള്ളത് നോക്കാം. ദ ഡോക്ടർ എക്സാമിൻഡ് ഹർ വിത്ത് കെയർ. വിത്ത് കെയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിത്ത് കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധയോടുകൂടി എന്നുള്ളൊരു അർത്ഥത്തിലാണ്. സോ ഈ വിത്ത് കെയർ എന്നുള്ളതാണ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വൺ വേർഡ് എന്ന് പറയുന്നത് കെയർഫുള്ളി ആണ്. അപ്പോൾ ശ്രദ്ധാപൂർവം എന്നുള്ളൊരു അർത്ഥത്തിൽ. ദ ഡോക്ടർ എക്സാമിൻഡ് ഹർ കെയർഫുള്ളി. സോ നെക്സ്റ്റ് വേർഡ്, ഷീ മാരിഡ് ഹിം ഓഫ് ഹെർ ഓൺ ഫ്രീ വിൽ. അപ്പോൾ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവനെ വിവാഹം കഴിച്ചത് അവളുടെ തന്നെ ഇഷ്ടപ്രകാരമാണ് എന്നുള്ളൊരു അർത്ഥത്തിലാണ്. സോ സ്വമേധയ എന്ന് പറയുന്ന ആ ഒരു വാക്കിന് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വൺ വേർഡ് ഹെർ ഓൺ ഫ്രീ വിൽ എന്നുള്ളതിൻ്റെ അപ്രോപ്രിയേറ്റ് വൺ വേർഡ് ഈസ് വോളണ്ടറിലി. വോളണ്ടറിലി മീൻസ് സ്വമേധയ, നമ്മൾ ആരുടെയും നിർബന്ധത്തോടു കൂടി അല്ലാതെ സ്വന്തമായിട്ട് തന്നെ തീരുമാനിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് വോളണ്ടറിലി. നമ്മൾ വോളണ്ടിയേഴ്സിനെ പറ്റിയൊക്കെ കേട്ടിട്ടില്ലേ? NSSൻ്റെയും NCCയുടെയും ഒക്കെ വോളണ്ടിയേഴ്സ്. അവർ സ്വമേധയാണ് അങ്ങനെ ഒരു ഡ്യൂട്ടി ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്നത്. സോ അപ്പോൾ വോളണ്ടറിലി എന്നുള്ള വാക്ക് മറന്നു പോകാതിരിക്കുക. ഹീ ഈസ് റൈറ്റിംഗ് ദ സ്റ്റോറി ഓഫ് ഹിസ് ഓൺ ലൈഫ്. അപ്പോൾ ഹിസ് ഓൺ ലൈഫ്, നമ്മുടെ തന്നെ ലൈഫിലെ കഥ എഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്നതാണ്. സോ ഓട്ടോബയോഗ്രഫി, ആത്മകഥയ്ക്കാണ് നമ്മൾ ദ സ്റ്റോറി ഓഫ് ഹിസ് ഓൺ ലൈഫ്. ഹീ ഈസ് റൈറ്റിംഗ് ദ സ്റ്റോറി ഓഫ് ഹിസ് ഓൺ ലൈഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് ഓട്ടോബയോഗ്രഫി. അപ്പോൾ കെയർഫുള്ളി, വോളണ്ടറിലി, ഓട്ടോബയോഗ്രഫി, ഈ ഒരു വാക്കുകളുടെയൊക്കെ അർത്ഥം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷേ എക്സാം ഹാളിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തുക
ആ ഒരു ഉദ്ദേശത്തിലാണ് ഇത് പറഞ്ഞത്. ഇതും ടെക്സ്റ്റൽ ആക്ടിവിറ്റിയിൽ വരുന്നതാണ്. സോ ടെക്സ്റ്റിൽ തന്നെ ആക്ടിവിറ്റീസ് ആയിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് എക്സാമിന് ഗ്രാമർ സെഷനിൽ നിന്നാണെങ്കിലും അല്ലാതെ ഇതുപോലുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ അങ്ങനെയൊക്കെ ചോദിക്കുക. അപ്പോൾ ഇനിയുള്ള സമയം വളരെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. പരീക്ഷയ്ക്ക് വേണ്ടി ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രം പഠനം തുടങ്ങുക അല്ലെങ്കിൽ പഠനം തുടരുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഇഫ് യു വോണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ. അപ്പോൾ അബ്ദുൽ കലാമിൻ്റെ ഈ ഒരു കോട്ടിൽ എല്ലാം ഉണ്ടല്ലേ. നിങ്ങളൊരു സൂര്യനെ പോലെ നിങ്ങൾക്ക് പ്രകാശിക്കണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു സൂര്യനെ പോലെ ജ്വലിക്കേണ്ടതുണ്ട്. അപ്പോൾ ബേൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തി അമരുകയല്ല വേണ്ടത്, ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയത്നമായിരിക്കണം ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ എക്സാം എന്ന് പറയുന്നത് ഒരു വലിയ കടമ്പയൊന്നുമല്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ച് പാസ്സാവാൻ പറ്റുന്ന ഒരു പരീക്ഷ തന്നെയാണ് +1 ഈക്വലൻസി എക്സാം. അപ്പോൾ എക്സാമിനെ ഭയക്കാതെ നന്നായി പഠിക്കുക, നന്നായി പരീക്ഷ എഴുതുക. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ ലിസണിങ്.